ചേട്ടൻ ബ്ലഷ് ചെയ്യുന്നു. ഹി വാസ് ബ്ലഷിങ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാനൊക്കെ പോകുന്നതായിരിക്കും. മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര മേക്കപ്പ് ഒന്നുമല്ല, എല്ലാം കൂടെ ഭയങ്കര ഓവറായ പോലെ ഫീൽ ആയിട്ട് ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ഇത്ര നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുക്കണ്ടേ? ഓക്കെ, അങ്ങനെ എന്തോ ഒരു സാധനം. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, അയ്യോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടെ നിന്ന് കുറച്ച് ഒന്ന് വേർത്തു. വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ സംബഡി എൽസ് ടു. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു. കുറേ ദിവസമായി വിചാരിക്കുന്നു ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല, ലീവ് എടുത്തു. സോ എനിക്ക് കോൾഡായിരുന്നു. രാവിലെ തൊട്ട് പോയിട്ട് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റില്ല, കണ്ണൊക്കെ. ഇപ്പോൾ ശരിയായി, ഞാൻ കുറേ ഉറങ്ങി, അപ്പോൾ ശരിയായി. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുകയാണ്. സോ കുറേ ദിവസമായി വിചാരിക്കുന്നു ഐ ഹാവ് ടു സ്പെൻഡ് സം ടൈം ഫോർ മീ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു സോളോ ഡേറ്റിനൊക്കെ പോകുന്ന ആളാണ്. ഐ ലവ് ടു ഡു ദാറ്റ്. ആൻഡ് ഞാൻ വിചാരിച്ചു ഇന്ന് അതേപോലെ ഒരു സോളോ ഡേറ്റിന് പോവാം. ആൻഡ് ഐ ക്യാൻ ടേക്ക് എ വ്ലോഗ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടുണ്ട്. ബിക്കോസ് അതായത് എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതുവരെ ആരും എനിക്ക് ഫ്ലവർ ഗിഫ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനൊക്കെ, എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ നെവർ റിസീവ്ഡ് എ ഫ്ലവർ ഫ്രം എനിബഡി. സോ അങ്ങനെ വിചാരിച്ച് ഡള്ളായി ഇരിക്കാണ്ട് ഐ ഹാവ് ഡിസൈഡഡ് ടു ബൈ ഫ്ലവർ ഫോർ മീ. ഞാൻ തന്നെ എനിക്ക് ഫ്ലവർ വാങ്ങിക്കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ പറയണേ. ഐ ഹാവ് ടു ഡു മൈ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര മേക്കപ്പൊന്നുമല്ല, എന്നാലും കുറച്ച് പുട്ടിയടിക്കാം. ഓക്കെ, ഞാൻ റെഡി ആവട്ടെ. മിറർ നല്ല ഭംഗിയുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറേ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ തന്നെ ഷോക്കായിപ്പോയി. ഇത്രയും പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്ന് പറയുമ്പോൾ. ഇപ്പോൾ കറൻ്റായിട്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് 99 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഐ നോ സൂൺ ഇറ്റ് വിൽ ബി 100 ആൻഡ് ഐ വിൽ ബി ഹാപ്പി. റെഡിയായി, ഇനി പോയാൽ മതി. എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ബട്ട് പുറത്ത് ഭയങ്കര ചൂടാണ് ഗൈസ്. ഇപ്പോൾ ടൈം 1 മണിയായി. അപ്പോൾ ആ ചൂടത്ത് മുടി അഴിച്ചിട്ട് പോകുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സോ ഇങ്ങനെ മുടി വെച്ചിട്ട് അവിടെ പോയിട്ട് നമ്മൾ കഫേയിൽ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ മുടി അഴിച്ചിട്ട് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഈ വ്ളോഗ് കാണുന്ന എത്ര പേര് ഇതേപോലെ സോളോ ഡേറ്റ് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സോളോ ഡേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് പുറത്തു പോകാൻ.
ആൻഡ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ സംബഡി എൽസ് ടു ഡു സംതിങ്. സോ ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് ആൻഡ് ഞാൻ നിങ്ങൾക്കതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് പുറത്ത് പോയിട്ട് ഇങ്ങനെ വ്ലോഗ് ഐ തിങ്ക് ഐ ഹാവ് ടു ഡു വോയിസ് ഓവർ, അതർവൈസ് എല്ലാവരും നോക്കില്ലേ. ഐ മീൻ ഞാൻ ഓൾറെഡി പബ്ലിക്കലി ചെയ്തു, വ്ലോഗ് ചെയ്തു, ബട്ട് സ്റ്റിൽ ഐ ഹാവ് ദാറ്റ് സ്ട്രെസ്. ആൾക്കാരെന്ത് വിചാരിക്കും? നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ, ആൻഡ് യാ, നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് എന്തോ ഒരു ഭംഗിയുള്ള പോലെ തോന്നുന്നു. യാ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഡേറ്റൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ബുക്ക് സ്റ്റോളിൽ പോയി ഒരു ബുക്ക് വാങ്ങി. ആക്ച്വലി ഒരു ബുക്കല്ല, കുറേ ബുക്ക് നോക്കിയായിരുന്നു. എന്തായാലും അവിടം വരെ പോയതുകൊണ്ട് ഒന്നും വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു. ആക്ച്വലി ഞാനൊരു 3-4 ബുക്ക് എടുത്ത് വെച്ചു. അതൊക്കെ എനിക്കിഷ്ടമായി. ഇപ്പം തന്നെ എനിക്ക് പെൻഡിങ് ആയിട്ട് 3 ബുക്ക് വായിക്കാനുണ്ട്. സോ ഇപ്പോൾ ഒരെണ്ണം കൂടി വന്നു, 4 ബുക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ആ പെൻഡിങ് ഉള്ള ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് പുതിയ ബുക്ക് വാങ്ങാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വേഗം വായിക്കാൻ തോന്നും. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ക്ലിപ്പ് പൊട്ടിപ്പോയി. അയ്യോ, അത് നല്ല ക്ലിപ്പായിരുന്നു. സാരമില്ല, എന്നാലും ചില സാധനത്തോടെ നമുക്കൊരു ഒരു ഇമോഷൻ ഇല്ലേ, അതേപോലെ കുറേ കാലമായിട്ട് ഞാൻ കൊണ്ടുപോയി നടക്കുന്ന ഒരു ക്ലിപ്പായിരുന്നു. അത് മരിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. അയ്യോ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ബ്ലാങ്കായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നിങ്ങൾ എന്തായാലും യു ഹാവ് ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ലൈഫിൽ ബിസി ആയിരിക്കുമ്പോൾ, ഡൗൺ ആയിരിക്കുമ്പോൾ, നമ്മൾ ആ ഒരു ഡേയ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വി ഫീൽ ഹാപ്പി. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ജിമ്മിൽ പോകണം. ടൈമായി ആക്ച്വലി, ബട്ട്
കുറേ നടന്നു വന്നതുകൊണ്ട് കുറച്ച് ടയേർഡായി. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് എനർജി ആയിട്ട് ജിമ്മിൽ പോകണം. ഇന്നലെ ആദ്യമായിട്ട് ഞാൻ ജിമ്മ് സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് പോകുമ്പോൾ കുറച്ച് പാടായിരിക്കും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഐ ക്യാൻ മാനേജ്. വാങ്ങിയ ഫ്ലവർ കാണിച്ചു തരാം. ഇതാണ് ഫ്ലവർ. ആക്ച്വലി അവർ ഇങ്ങനെ മാത്രം തന്ന്. ആൻഡ് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ കൂടെ തരുമ്പോൾ നമുക്ക് ഭയങ്കര എസ്തെറ്റിക്കല്ലേ. പൂവ് മരിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ വാട്ടറൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റോസ്. ഓക്കെ, ഐ ഹാവ് ടു താങ്ക് യു മൈസെൽഫ് ഫോർ ബൈയിങ് ദിസ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇന്ന് ഈ റോസ് വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴേ എനിക്ക് എന്താ പറയുക, എൻ്റെ ഔട്ട്ഫിറ്റും എല്ലാം കൂടെ ഭയങ്കര ഓവറായ പോലെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് റോസും അവിടെ പോയിട്ട് ഫ്ലവർ ഷോപ്പ് പോയിട്ട് റോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചു. അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ചടപ്പായി. ബട്ട് മാസ്ക് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇത് എടുത്തോന്ന് പറഞ്ഞു. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കി എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ചോദിച്ച് ഏതാ നല്ല ഫ്ലവർ, ഏതാ ഫ്രഷ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഫ്ലവർ എടുത്ത് തന്നു. അത് കണ്ടപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇവിടെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്ലവർ എടുത്തു. ഇങ്ങനെ റാപ്പ് ചെയ്ത് തന്നിട്ട് ആ ചേട്ടൻ ബ്ലഷ് ചെയ്യുന്നു. ഹി വാസ് ബ്ലഷിങ്. ഐ ഡോണ്ട് നോ വൈ. എനിക്ക് തോന്നുന്നു അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിൽ ഒരു റോസ് വാങ്ങിയിട്ട് പോകുമ്പോൾ മേ ബി ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാനൊക്കെ പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ ചേട്ടൻ അങ്ങനെ ചിരിച്ചത്. എനിവേ അങ്ങനെ ചിരിച്ചപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനായിപ്പോയി. ലിറ്ററലി ചിരിച്ചല്ല, ഹി വാസ് ബ്ലഷിങ്. ആൻഡ് അവിടെ നിന്ന് കുറച്ച് ഒന്ന് വേർത്തു. എന്നാലും കുഴപ്പമില്ല, നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനത്തെ റിസ്ക്കൊക്കെ എടുക്കണ്ടേ. ആൻഡ് ഇന്ന് വാങ്ങിയ ബുക്ക് ഏതാണ്ട് കാണിച്ചു തരണ്ടേ. ഇന്ന് ഞാൻ ആ ബുക്ക് കാണിച്ചു തരാം. ബുക്ക് റിവ്യൂല് ടടാ. അയ്യോ, ഇതിങ്ങനെ കാണില്ലല്ലോ. ഇത് സെൽഫി ക്യാമറ ആയതുകൊണ്ട് കാണാത്തത്. ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഞാൻ വാങ്ങിയത്. അവിടെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. ഐ വാസ് കൺഫ്യൂസ്ഡ്. ആൻഡ് ഫൈനലി ഞാൻ ഒന്ന് ഫിക്സ് ചെയ്തു. ഇത് പോയപ്പോൾ തന്നെ എടുത്ത് കൈ പിടിച്ചു. പിന്നെ വേറെ ഒന്നുണ്ടായിരുന്നു, ദ ആർട്ട് ഓഫ് ഗിവിങ്. ഓക്കെ, അങ്ങനെ എന്തോ ഒരു സാധനം. എനിക്ക് തോന്നുന്നു വ്ളോഗിൽ ആ പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ 3 ബുക്ക് ഞാൻ എടുത്തു പിടിച്ചിരുന്നു. ലാസ്റ്റ് ഞാൻ ഒന്ന് ഫൈനലൈസ് ചെയ്ത് ഇത് വാങ്ങി. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇതിലെന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് പുതിയതായിട്ട് പഠിക്കാൻ പറ്റുന്ന എന്തോ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് തോന്നുന്നു. സോ യാ. ആൻഡ് ഈ ബുക്ക് വാങ്ങിയ സ്ഥലത്ത് നിന്ന് ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം തന്നു അവർ. ബുക്ക് മാർക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് യാ, അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.